പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഫോട്ടോയിൽ ഞാനിട്ടിരിക്കുന്ന കുർത്തിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം പാർട്ട് പട്യാല സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണ്ടവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ട് രണ്ടായി മടക്കിയിട്ടുണ്ട്. നെക്ക് വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അപ്പോൾ ഞാനതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ താഴത്തോട്ടേക്ക് നെക്ക് ഡെപ്ത്ത് 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്കിതുപോലെ സ്കെയിൽ വെച്ചൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊരു യു ഷേപ്പിൽ വരച്ചെടുക്കാം. യു നെക്കാണ് ഞാനിതിൽ ആദ്യം ചെയ്യുന്നത്. യു ഷേപ്പിൽ വരച്ചെടുത്തു. പിന്നെ ഈ നെക്കിൻ്റെ ഈ പോർഷനിൽ താഴത്തോട്ടേക്ക് ഞാനൊരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ മേലെ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് താഴത്തോട്ട് നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ അവിടുന്ന് സൈഡിലോട്ടേക്കായിട്ട് ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതും കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം വരച്ചിരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കുർത്തിയുടെ ബോട്ടം പാർട്ട് ചെയ്തില്ലേ, ആ സെയിം മെറ്റീരിയലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ക്യാൻവാസ് ഇതുപോലെ വെച്ചിട്ട് അയൺ ചെയ്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ നമ്മൾ വേറെ പീസിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നതിന് പാച്ച് വർക്ക് ഡിസൈൻ എന്നാണ് പറയുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒട്ടിച്ചെടുത്തതിൻ്റെ സൈഡിൽ കൂടി 1/2 ഇഞ്ച് മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ നെക്ക് വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്തത് കറക്റ്റ് അല്ലേ നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം നമുക്ക്. എന്നിട്ട് ഈ സൈഡ് നമുക്കിതുപോലെ ഒന്ന് ക്രാഫ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത് ഈസി മെത്തേഡാണ്. അല്ലെങ്കിൽ നമ്മൾ ആ സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് പിന്നെ എല്ലാം ഡിസൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റിച്ചൊക്കെ അഴിച്ച് മാറ്റണം. അതിനേക്കാളും എളുപ്പമാണ് നമുക്കിതുപോലെ ഗ്ലൂ വെച്ച് ഈ സൈഡൊന്ന് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ ഇപ്പോൾ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിത് വെക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് തിരിച്ചിടുകയാണ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്യാൻ. നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഫ്രണ്ടിലോട്ടേക്ക് തിരിച്ചിടാം.
തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കാണുന്ന ഈ പോർഷനിൽ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തതിൻ്റെ ഒരു പീസ് ഉണ്ടല്ലോ, ഈ പീസ് അതാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ക്ലോത്ത് എടുത്തിട്ട് ഇതൊന്നും നമുക്ക് രണ്ടായിട്ട് ഇതുപോലെ മടക്കുക ബാക്ക് സൈഡ്. എന്നിട്ട് ഈ പീസ് ഇതുപോലെ വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഭാഗം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ അതൊന്ന് തിരിച്ചിടാം. തിരിച്ചിട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആ കുർത്തി സ്റ്റിച്ച് ചെയ്ത് വെച്ചില്ലേ, അതിൽ അടിയിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഈ സൈഡിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ പിന്നൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആ സൈഡിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനത് ആ സൈഡിലേക്ക് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ബട്ടണൊക്കെ വെച്ച് കൊടുക്കാം. ഞാൻ 2 ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിലും ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഡിസൈൻ ചെയ്യുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർക്കത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ യോക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.